നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതിൻ്റെ പിറകെ പോവാതെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു നീശ കണ്ടുപിടിക്കുക. ഒരു ക്ലയൻറ്റ് വരുമ്പോൾ എങ്ങനെയായാലും ഒരു റെഫറൻസും കയ്യിൽ പിടിച്ചിട്ടാവും വരിക. ഇതിപ്പോൾ വെഡ്ഡിംഗ് ഫോട്ടോസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈനിങ്ങിനായിക്കോട്ടെ, എന്തൊരു വർക്കാണെന്നുണ്ടെങ്കിലും ക്ലയൻറ്റ് ഒരു റെഫറൻസ് ആയിട്ടായിരിക്കും വരിക. പക്ഷേ ഈ റെഫറൻസ് ആയിട്ട് വരുന്നതിന് പകരം നമ്മളെ ഏൽപ്പിക്കുന്ന ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഡിസൈനർ അവരുടെ വർക്ക്സ് നോക്കിയിട്ട് നമുക്ക് പറ്റിയ ആളാണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് വർക്കാണ് ഇവർ ചെയ്യാന്നുള്ളത് നോക്കിയിട്ട് അവരെ ഏൽപ്പിക്കാത്ത എന്താ? ബേസിക് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് റെഫറൻസ് ആയി കാണിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ വേണം. ഇതാണ് പലരുടെ ആവശ്യം. ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് ആയിട്ട് ചെയ്യുന്നവർ റേറ്റ് കുറച്ചിട്ടാവും ചെയ്യുക. നമുക്ക് വേണ്ട റെഫറൻസ് പോലത്തെ വർക്കാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഇത് കാണിച്ചു കൊടുക്കാതെ അത് ചെയ്ത ആളെ തന്നെ തേടി കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല ബുദ്ധി. ഞാൻ ചില വെഡ്ഡിംഗ് ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് ആകെ കിട്ടുക അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ്. അതും ബ്രൈഡിന്റെ സിംഗിൾ എടുക്കാനും കപ്പിൾ എടുക്കാനൊക്കെ. ഈ ടൈമിൽ ബ്രൈഡ് ആയാലും ബ്രൈഡിന്റെ ഫ്രണ്ട്സ് ആയാലും നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരും. ഇതിന് പറ്റിയ ലൊക്കേഷൻ ആണോന്നോ ഇതിന് പറ്റിയ കോസ്റ്റ്യൂം ആണോന്നോ അല്ലെങ്കിൽ ഇതിന് പറ്റിയ ബ്രൈഡ് ആണോ ഇതൊന്നും നമ്മൾ നോക്കൂല. ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. എല്ലാ ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റിനും യുണീക്നെസ് ഉണ്ട്.